നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് പൈത്തൺ ഐഡൻറ്റിഫയേഴ്സ്. ഈ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പൈത്തൺ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ ഇൻട്രൊഡക്ഷൻ, എന്താണ് പൈത്തൺ എന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൈത്തൺ പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ നമ്മൾ ഈ ഐഡൻറ്റിഫയേഴ്സോ അല്ലെങ്കിൽ വേരിയബിൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാര്യം ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. നിങ്ങൾ ഇനി എത്ര അഡ്വാൻസ് പൈത്തൺ പ്രോഗ്രാംസ് എഴുതിയാലും ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാതെ നമ്മൾ അതിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മളിപ്പം പൈത്തൺ പ്രോഗ്രാം എഴുതുമ്പം നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പഠിക്കും. അത് കഴിഞ്ഞ് മൊഡ്യൂൾസ്, പാക്കേജസ്, അത് കഴിഞ്ഞ് ക്ലാസ് ഡിഫൈൻ ചെയ്യാം. ഊപ്സ് കോൺസെപ്റ്റിൽ പ്രോഗ്രാം എഴുതുമ്പോൾ ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടൈംസ് എല്ലാം ഉണ്ടല്ലോ, വേരിയബിൾസ്, പിന്നെ ഫങ്ഷൻസ്, ക്ലാസ്, മൊഡ്യൂൾസ്, പാക്കേജസ്, ഇതിനൊക്കെ നമ്മൾ ഒരു പേര് കൊടുക്കേണ്ടി വരും പ്രോഗ്രാമിൽ. അപ്പോൾ ഈ കൊടുക്കുന്ന പേരുകളെ പറയുന്ന പേരാണ് ഐഡൻറ്റിഫയേഴ്സ്. അതായത് നമ്മൾക്കിപ്പം ഒരു വേരിയബിൾ, നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്ന പോലെ x = 10. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അപ്പം നമ്മൾ ആ എക്സ് എന്ന് കൊടുത്ത നെയിം കൊടുക്കാൻ കുറച്ച് റൂൾസ് ഉണ്ട് പൈത്തണിൽ. അതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ പൈത്തൺ ഒരു കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ആൽഫബറ്റിൽ എ ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സ് എ ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എ ഉണ്ട്. പൈത്തൺ അത് രണ്ടായിട്ടേ എടുക്കത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു സ്മോൾ ലെറ്റർ A = 10 എന്ന് എഴുതിയിട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് അത് ക്യാപിറ്റൽ എ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റോങ് ആണ്. കാര്യം പൈത്തൺ അതിനെ രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൈത്തൺ ഒരു കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സ്മോൾ ലെറ്റേഴ്സ് എയും ക്യാപിറ്റൽ ലെറ്റർ എയും രണ്ടായിട്ടാണ് പൈത്തൺ ട്രീറ്റ് ചെയ്യുക. പിന്നെ നമുക്കിതിന് പറയാനുള്ളത്, ഐഡൻറ്റിഫയറിൻ്റെ നെയിം നിങ്ങൾക്ക് പ്രോഗ്രാം എന്താണോ എഴുതുന്ന പ്രോഗ്രാം അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. A to Z, അതായത് ക്യാപിറ്റൽ A to Z അല്ലെങ്കിൽ സ്മോൾ a to Z, ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ ഐഡൻറ്റിഫയറിൻ്റെ നെയിമായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിലൊരു കേസ് വരുന്നത്, ഇപ്പം നമ്മൾ ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ നമ്മൾ പൊതുവേ കൊടുക്കാറുള്ളത് x, y, z എന്നുള്ള വാല്യൂസാണ്. അപ്പം നമുക്ക് അങ്ങനെയല്ല, നമുക്കൊരു രണ്ട് വേർഡ്സ് നമുക്കൊരു വേരിയബിളിൻ്റെ നെയിമായിട്ട് കൊടുക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ നെയിം അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് എഴുതി നമുക്ക് ശീലമായത് നമ്മൾ സ്പേസ് ഇടാറുണ്ട് ഇടയ്ക്ക്. പൈത്തണിൽ സ്പേസിങ്, അതായത് വേരിയബിളിൻ്റെ നെയിം എഴുതുമ്പോൾ പൈത്തണത്ത് സ്പേസിങ് അലൗഡ് അല്ല. സ്പേസ് ഇടുന്ന സ്ഥലത്ത് നമ്മൾ അണ്ടർസ്കോർ ഇട്ടിട്ട് ഫില്ല് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വേർഡിനെ ഫുള്ളായിട്ട് സ്പേസ് ഇല്ലാതെ എഴുതണം. ഒരിക്കലും സ്പേസിങ് അലൗഡ് അല്ല. നിങ്ങൾക്കിപ്പം 3 വേർഡ്സ് ഉള്ള ഒരു നെയിമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 2 സ്പേസിലും നമ്മൾ അണ്ടർസ്കോർ ഇട്ട് ഫില്ല് ചെയ്ത് പോകണം. അതാണ് ഫസ്റ്റ് റൂള്. പിന്നെ ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമ്മുടെ കീബോർഡിനകത്ത് നമ്പേഴ്സും ആൽഫബറ്റും അല്ലാതെ കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡോട്ട്, ഡോളർ, അങ്ങനെ കുറേ ഇതുണ്ട്. ഇതൊന്നും നമ്മുടെ ഐഡൻറ്റിഫയർ നെയിമിൽ ഉപയോഗിക്കാനേ പാടില്ല. എങ്ങും സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല, എൻഡിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾക്ക് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് ഉപയോഗിക്കുന്നതിന് ഒരു റൂളുണ്ട്. നമുക്കിപ്പം A1 അല്ലെങ്കിൽ A_1 പറ്റും. പക്ഷേ ഒരിക്കലും നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 to 9 അതിൻ്റെ കോമ്പിനേഷൻസ്, നമ്പേഴ്സ് ഐഡൻറ്റിഫയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല. അതായത് 1A അത് റോങ് ആണ്. A1 ഓക്കെ, അല്ലെങ്കിൽ A_1 അത് അലൗഡാണ്. പൈത്തൺ കുറേ വേർഡ്സ്, നമ്മുടെ ഇംഗ്ലീഷിലെ കുറേ വേർഡ്സ് പൈത്തൺ ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈത്തൻ്റെ പല കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പൈത്തൺ റിസർവ് ആയിട്ട് കുറേ ഇംഗ്ലീഷ് വേർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിസർവ്ഡ് കീവേഡ്സ് ഒന്നും നമ്മുടെ ഐഡൻറ്റിഫയർ നെയിമായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ റിസർവ്ഡ് കീവേഡ്സ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ചുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രം കുറച്ച് പറയാം. ആൻഡ്, ആസ്, ബ്രേക്ക്, ക്ലാസ്, കണ്ടിന്യൂ, ഡെഫ് മീൻസ് ഡിഫൈൻ, ഡെൽ മീൻസ് ഡിലീറ്റ്, എൽസ് ഇഫ്, എൽസ്, എക്സെപ്റ്റ്, ഫൈനലി, ഫോർ, ഫ്രം, ഗ്ലോബൽ, ഈഫ്, ഇമ്പോർട്ട്, ഇൻപുട്ട്, ഇൻ, ഈസ്, ട്രൂ, ട്രൈ, പ്രിൻ്റ്. ഇത്രയും നമ്മൾ പിന്നെയുണ്ട്. റിട്ടേൺ, റിവേഴ്സ്, റീപ്ലേസ്, റിമൂവ്, സോർട്ട്, ഇൻഡെക്സ്, ആഡ്, ടൈപ്പ്, ലെന്ത്, അപ്പർ, ലോവർ. ഇത്രയൊക്കെ നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ ഏത് പ്രോഗ്രാം എഴുതിയാലും നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട കീവേഡ്സാണ്. ഇത്രയല്ല, ഇതിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്നും നമ്മുടെ ഐഡൻറ്റിഫയറിൻ്റെ നെയിമായിട്ട് കൊടുക്കാൻ പാടില്ല. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, മെജോറിറ്റി, അതായത് ഒരു 90% കേസിലും സ്മോൾ ലെറ്റേഴ്സാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തം സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 90% എബോവ് ഒരു 6 അല്ലെങ്കിൽ 7 ലെറ്റേഴ്സിന് മേപ്പോട്ടുള്ള കീവേഡ് ആണെങ്കിൽ അവർ തന്നെ അതിനെ കട്ട് ചെയ്തിട്ട് 3 ലെറ്റേഴ്സിൽ ഒതുക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൈൻ, ഡെഫാക്കി തന്നിട്ടുണ്ട്. ഡിലീറ്റ്, നമുക്ക് യൂസർ, അതായത് പ്രോഗ്രാം എഴുതുന്നാക്കി ഈസി ആക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യമാണത്. പക്ഷേ കുറച്ചെടുത്ത് കണ്ടിന്യൂ അവർ കട്ട് ചെയ്തില്ല. കുറച്ച് സ്ഥലത്ത് മാത്രം അവരത് കട്ട് ചെയ്തിട്ടില്ല, റിവേഴ്സ് കട്ട് ചെയ്തിട്ടില്ല. എന്നാലും മെജോറിറ്റി സ്ഥലത്തും അവർ കട്ട് ചെയ്തിട്ട് അത് ചെറുതാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും ഓർത്തിരിക്കണം, ഇത്രയും കീവേഡ്സ് നമ്മൾ നമ്മുടെ പൈത്തൻ്റെ കീവേഡ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ എപ്പോഴും കീവേഡ്സ് അതിനകത്ത് ട്രൂ മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ
കേസ് ഉപയോഗിച്ചത്. ബാക്കി മെജോറിറ്റി കേസിലും റിസർവ്ഡ് കീവേഡ്സ് സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്താണ് പറയുന്നത് പൈത്തൻ്റെ ഐഡൻറ്റിഫയർ റൂൾസ്. ഇതിപ്പോൾ നിങ്ങൾ ഏത് അഡ്വാൻസ് ലെവൽ പ്രോഗ്രാം എഴുതിയാലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം എഴുതിയാലും ഈ റൂൾസ് ബാധകമാണ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ളത് പൈത്തൺ വേരിയബിൾസ്. ഈ വേരിയബിൾ എന്നുള്ള ടൈം നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കേസാണ്. അത് മാത്സിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടൈമാണ്. നമ്മളിനി പൈത്തണിൽ ഏതൊരു പ്രോഗ്രാം, ഒരു സിമ്പിൾ പ്രോഗ്രാം ആവട്ടെ ഒരു കോംപ്ലക്സ് പ്രോഗ്രാം ആവട്ടെ, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാതെ ഒരു പ്രോഗ്രാമും പൈത്തണിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ, വേരിയബിൾസിൻ്റെ ഡെഫിനേഷൻ ഞാൻ പറയാം. വേരിയബിൾസ് ഒന്നുമില്ല, ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളെ പറയുന്ന പേരാണ് വേരിയബിൾസ്. വേരിയബിൾസ് ആർ യൂസ് ടു സ്റ്റോർ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നെയിം അല്ലെങ്കിൽ ഒരു ടൈം തന്നെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുന്നത് എക്സ് ഈക്വൽ ടു 5 എന്നുള്ള ഒരു നമ്പർ, ഒരു ന്യൂമറിക്കൽ ഡേറ്റ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് നമ്മൾ സേവ് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ വൈ ഈക്വൽ ടു ജോൺ, ഇതെല്ലാം എന്താണ് ഒരു ഡേറ്റാസാണ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നൊരു 5 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ ഡേറ്റയും ജോൺ എന്നുള്ളതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ ആ രണ്ട് ടൈപ്പ് ഓഫ് ഡേറ്റയും നമ്മൾ ഒരു വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഏത് ഡേറ്റ ടൈപ്പ് ആയാലും നമ്മളതൊരു വേരിയബിൾസിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യണത്. എന്നിട്ട് ഈ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കമൻസ് പൈത്തണിൻ്റെ എന്താ പറഞ്ഞ ഐഡൻറ്റിഫയർ റൂൾസ് എല്ലാം ഈ വേരിയബിൾസിന് നെയിം ഇടുമ്പോഴും നമ്മൾ എന്താണ് അവിടെ ഈ റൂളെല്ലാം ബാധകമാണ്. അതായത് അണ്ടർസ്കോറിൽ നമുക്ക് പേര് വേരിയബിൾ നെയിം ക്യാൻ സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഓർ ആൻ അണ്ടർസ്കോർ. അതായത് നമുക്ക് ABCD എന്ന് പറയുന്ന ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൽഫ ന്യൂമറിക് കോമ്പിനേഷൻസ് പറ്റും. പിന്നെ ഈ ക്യാപിറ്റൽ ലെറ്റർ ഏജ്, സ്മോൾ ലെറ്റർ ഏജ്, ഇത് രണ്ടായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. മൈ വാർ, അതായത് മൈ വേരിയബിൾ ഈക്വൽ ടു ജോൺ, മൈ അണ്ടർസ്കോർ വേരിയബിൾ ഈക്വൽ ടു ജോൺ, അണ്ടർസ്കോർ ഞാൻ പറഞ്ഞാൽ അണ്ടർസ്കോറിൽ നമുക്ക് വേരിയബിൾസിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൈ വാർ, ഇതെല്ലാം ഡിഫറെൻറ്റ് ഒരേ ടൈം ഒരേ വേർഡ്സ് അല്ലെങ്കിൽ ഒരേ വേർഡാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം എന്താണ് ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പം ഇതാണ് വേരിയബിൾസിൻ്റെ ഈ റൂള് തന്നെയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഫങ്ഷൻസ് പഠിക്കും, ഡിഫൈൻ ചെയ്യാൻ പഠിക്കും, ക്ലാസ് എഴുതാൻ പഠിക്കും, മൊഡ്യൂൾസ് എഴുതാൻ പഠിക്കും. ഇവിടെ എല്ലാം ഈ റൂൾസ് എവിടെ നമ്മളായിട്ട് ഒരു പേര് പൈത്തൺ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നു അവിടെ എല്ലാം ഈ റൂൾസ് ബാധകമാണ്. അപ്പം ഇതാണ് വേരിയബിൾസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കപ്പം എപ്പോഴും നമ്മൾ എക്സ് വൈ സെഡ് എന്നുള്ള ആ ഒരു പാറ്റേണിലാണ് നമ്മൾ എപ്പോഴും വാല്യൂസ് കൊടുത്ത് പോകാറുള്ളത്. പക്ഷേ പൈത്തൺ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മളിപ്പോൾ എന്താണോ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അതിന് റിലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് കൊടുക്കാൻ, വേരിയബിൾസിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കുറേ ആൾക്കാരുടെ നെയിംസ് കളക്ട് ചെയ്തൊരു ലിസ്റ്റിലോട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ നെയിംസ് ഈക്വൽ ടു വേണം നമ്മൾ ആ പ്രോഗ്രാമിനകത്ത് വേരിയബിളിൻ്റെ പേരായിട്ട് കൊടുക്കാൻ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പം ഒരു പ്രോജക്റ്റിൽ ഒന്നിക്കുൾ പേരൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യണം. അപ്പം ഒരാൾ ചെയ്ത കോഡ് കുറേ നാൾ കഴിഞ്ഞ് അയാൾ തന്നെ അല്ലെങ്കിൽ പുതിയ ഒരാൾ വന്ന് നോക്കുമ്പോൾ അയാൾക്ക് കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. അപ്പം നമ്മൾ ABCD അല്ലെങ്കിൽ XYZ എന്നൊക്കെ കൊടുക്കുമ്പം വരുന്ന ആൾക്കാർക്ക് ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതേ സമയത്ത് എന്താണോ ഞാൻ അവിടെ എഴുതാൻ ഉദ്ദേശിച്ചത് അതേ റിലേറ്റ് ചെയ്ത് പേര് കൊടുത്താൽ, ഇപ്പം ഞാൻ ഏജ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ ഏജ് ഇങ്ങനെ എഴുതി വെക്കും, അല്ലെങ്കിൽ ഏജ് ഈക്വൽ ടു 20 എന്ന് എഴുതി. അപ്പോൾ കാണുന്നവരൊക്കെ മനസ്സിലാവും ഇതൊരു ഏജാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതേ സമയത്ത് ഞാൻ A ഈക്വൽ ടു 20 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ 20യുടെ വാല്യൂ എന്താണെന്ന് നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പൈത്തൺ പഠിക്കുന്ന സമയത്തൊക്കെ XYZ ഒക്കെ കൊടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് ഒരു പൈത്തണിൻ്റെ ബേസിക്സ് ഒക്കെ കവർ ചെയ്ത് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകും തോറും നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാംസ് എഴുതുമ്പോൾ എന്താണോ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ട് വേണം വേരിയബിൾസിന് നെയിം കൊടുക്കാൻ. ആ കൊടുക്കുന്ന നെയിംസ് എപ്പോഴും ഈ റൂൾസ് ബാധകമായിട്ട് വേണം കൊടുക്കാൻ. ഇതാണ് സിമ്പിളായിട്ട്. ഇത് കാണാതെ പഠിച്ചു വെക്കുകയോ ഒന്നും വേണ്ട, ഇത് ജസ്റ്റ് ഒരു കോമൺ കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് ചെയ്തു പോയാൽ മതി. ഇതിൽ ഞാൻ ഈ പറഞ്ഞ റൂൾസിൽ ഏതെങ്കിലും നിങ്ങൾ റോങ് ആയിട്ട് ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എറർ സംഭവിക്കും. പിന്നെ നമ്മൾ ആ എറർ റെക്ടിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് വേരിയബിൾസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഈ വാല്യൂ നമുക്ക് പൈത്തണിൻ്റെ ലൈൻസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ Aക്കും Bക്കും Cക്കും ഞാൻ ഒരേ വാല്യൂ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് Aക്കും Bക്കും Cക്കും എനിക്ക് 100 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ A ഈക്വൽ ടു 100, B ഈക്വൽ ടു 100, C ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ് 3 ലൈനിൽ എഴുതാതെ നമുക്കതൊരു സിംഗിൾ ലൈനിൽ എഴുതി തീർക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫുൾ പ്രോഗ്രാമിൻ്റെ ലൈൻസ് കോഡിൻ്റെ എണ്ണം കുറയും. അപ്പോൾ ആ പ്രോഗ്രാം കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടിരിക്കും. അതായത് ഇപ്പോൾ A ഈക്വൽ ടു B ഈക്വൽ ടു C ഈക്വൽ ടു 100 എന്ന് കൊടുത്താലും Aക്കും Bക്കും Cയും 100 എന്നുള്ള വാല്യൂ അസൈൻ ആവും. അതായത് നമ്മൾ 3 ലൈൻസ് ഡിക്ലെയർ ചെയ്യേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ Aക്കും Bക്കും Cക്കും നമ്മൾ 3 ഡിഫറൻറ്റ് വാല്യൂസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ A B C എന്ന് 3 ലൈൻസ് ഡിക്ലെയർ ചെയ്യാതെ A, B, C ഈക്വൽ ടു 1, 2, സാറാലി. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ വേരിയബിൾ 1ഉം B എന്ന് പറയുന്നത് എഴുതിയ വേരിയബിൾ 2ഉം Cക്ക് സാറാലിയും അസൈൻ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് പ്രോഗ്രാമിൻ്റെ ലൈൻസ് എണ്ണം ലൈൻസ് ആ പ്രോഗ്രാമിൻ്റെ നീളം അല്ലെങ്കിൽ ലെന്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു പ്രോഗ്രാം കോമ്പാക്റ്റ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പൈത്തൺ ഐഡൻറ്റിഫൈസ് പഠിച്ചു, വേരിയബിൾസിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിംഗ്സിലും നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് പൈത്തൺ കമൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പം പൈത്തണിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ
നമുക്ക് പൈത്തൻ്റെ പ്രോഗ്രാമിൽ കറക്റ്റ് അല്ലാത്ത ഒരു ഡോട്ട് പോലും നമുക്ക് അഡീഷണൽ നമുക്ക് ഇടാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ കൈ തട്ടിയോ അല്ലാതെയോ നമ്മൾ ഒരു ഡോട്ട് കോമ എന്തെങ്കിലും ഒരു നമ്മുടെ പൈത്തൺ ഫയലിൽ വീണ് കഴിഞ്ഞാൽ അത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എറർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ഡോട്ട് പോലും ഇടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പം എനിക്ക് എൻ്റെ പൈത്തൻ്റെ കോഡിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോഗ്രാമിനകത്ത് എനിക്ക് എന്താണ് പ്രോഗ്രാം എഴുതിയേക്കുന്നതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതി വെക്കണം, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം, അതിനല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് വെക്കണം. അതെങ്ങനെ ചെയ്യും എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ഈ കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ കുറച്ച് പൈത്തൺ കോഡ്സ് റീഡബിൾ ആക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കൊരു കോംപ്ലക്സ് പ്രോഗ്രാമാണ്, അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എഴുതണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പൈത്തൺ കോഡ് റീഡബിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ ആ കമൻറ്റ് ചെയ്ത് എഴുതിയേക്കുന്ന സാധനം ആ ഒരു ആ ഒരു സെൻറ്റൻസിനെ എന്താണ് പൈത്തൺ അത് കോഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാതെ ജസ്റ്റ് അതിനെ ഇഗ്നോർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് പൈത്തൺ പ്രോഗ്രാമിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് സിംഗിൾ ലൈൻ കമൻറ്റ്സും ഉണ്ട്, മൾട്ടി ലൈൻസ് കമൻറ്റും ഉണ്ട്. സിംഗിൾ ലൈൻ കമൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിംഗിൾ ലൈൻ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഹാഷ്, നമ്മുടെ കീവേഡിനകത്തുള്ള ഹാഷ് നമ്മൾ അതിന് മുന്നിൽ ചേർത്തിട്ട് എഴുതിയാൽ മതി. നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം ഒരു 5 അല്ലെങ്കിൽ 10 ലൈൻസ് ഉള്ള ഒരു പ്രോഗ്രാം ഫുള്ളായിട്ട് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ കോഡ്സ് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും 3 വട്ടം കൊടുത്ത്, അതായത് നമ്മുടെ പ്രോഗ്രാമിനെ അതിൻ്റെ ഉള്ളിലാക്കണം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്നും പ്രോഗ്രാം നിങ്ങൾക്കത് കാണിച്ചു തന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എന്താ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ രണ്ട് പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഒരു എക്സ് എന്ന് പറയുന്നൊരു വേരിയബിളിൽ 10 വൈ, അതിന് x+y 2 നമ്പേഴ്സ് വേരിയബിൾസ് കൂടെ ഞാൻ ആഡ് ചെയ്തു. രണ്ടാമത്തത് 2 AB, അതിനെ ഞാൻ മൈനസ് ചെയ്തു. ഇപ്പോൾ ഞാനിത് റൺ ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ 2 പ്രോഗ്രാം റൺ ആവും, നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നമുക്കതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ എനിക്ക് അവിടെ ആ 2 പ്രോഗ്രാമിൽ ഒരെണ്ണം മാത്രം റൺ ചെയ്താൽ മതി. പക്ഷേ മറ്റേ പ്രോഗ്രാം ആ ഫയലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനും പാടില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടി ലൈൻ കമൻറ്റ്സ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. എങ്ങനെയാണ് മൾട്ടി ലൈൻസ് കമൻറ്റ് ഇടുന്നതെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഈ രണ്ടാമത്തെ പ്രോഗ്രാം റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും, ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന എക്സിലാണ്, അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഡബിൾ കോഡ്സ് 3 വട്ടം, സ്റ്റാർട്ടിങ്ങിൽ ഡബിൾ കോഡ്സ് 3 വട്ടം, എൻഡിങ്ങിൽ അതായത് പ്രിൻ്റ് x+y അവിടെയാണ് ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത്, അവിടെയും ഈ ഡബിൾ കോഡ്സ് 3 വട്ടം. കണ്ടോ? അപ്പം കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു പ്രോഗ്രാമിൻ്റെ കളേഴ്സ്, ആ ഒരു ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പം താഴത്തെ A-Bയുടെ ആൻസർ മാത്രമേ നമുക്ക് ആൻസറായി കിട്ടത്തുള്ളൂ. കണ്ടോ? -20. മറ്റേ പ്രോഗ്രാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അത് കമൻറ്റഡ് ആയിട്ട് അവിടെ കിടക്കുവാണ്. പൈത്തൺ അതിനെ കോഡായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഇത് റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പഴയതൂട്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഇതങ്ങ് നമ്മളിട്ട ഡബിൾ കോഡ്സ് അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം പഴയതൂട്ട് തന്നെ റൺ ആവും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടി ലൈൻസ് കമൻറ്റ്, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലൈൻസ് ഉള്ള പ്രോഗ്രാമിനെ കമൻറ്റ് ചെയ്ത് വെക്കുന്നത്. എനിക്ക് ഈ 2 പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് പൈത്തൺ പ്രോഗ്രാമിൽ എഴുതണം. അപ്പം ഞാൻ കമൻറ്റ് ചെയ്യാതെ ഞാൻ അറിയാതെ ഒരു ഡോട്ട് ഇട്ട് നോക്കി. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഒരിക്കലും ആ പ്രോഗ്രാം റൺ ആവത്തില്ല. അവിടെ സിൻറ്റാക്സ് എറർ, അതായത് ആ ഡോട്ട് പൈത്തൺ എന്താണെന്ന് ഒരു ചോദ്യം വരും. അവിടെ സിൻറ്റാക്സ് എറർ വന്നു. നമ്മൾ ആ ഡോട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റൂ. പക്ഷേ എനിക്ക് എന്തെങ്കിലും എഴുതണം, ഡോട്ട് ഇട്ടപ്പോൾ തന്നെ ഒരു എറർ ജനറേറ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ എഴുതും. അതിനാണ് ഞാൻ പറഞ്ഞത് സിംഗിൾ ലൈൻ കമൻറ്റ്. നമുക്ക് എന്ത് എഴുതണോ അതിന് മുന്നേ ഹാഷ് ഇട്ടിട്ട് എഴുതിയാൽ മതി. ഞാനൊരു സെൻറ്റൻസ്, ദിസ് ഇസ് എ കമൻറ്റ് എന്നൊരു സെൻറ്റൻസ് എഴുതി വെച്ചു. അത് ഹാഷാണ്. ഞാൻ അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹാഷ് ഇട്ടു. ഇനി ഞാൻ ആ പ്രോഗ്രാം റൺ ചെയ്താൽ നേരത്തെ കൂട്ട് തന്നെ ആ പ്രോഗ്രാം റണ്ണോ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കാര്യം എന്താണ്, അത് കമൻറ്റായിട്ടാണ് പൈത്തൺ ട്രീറ്റ് ചെയ്തത്. കണ്ടോ? നമുക്കങ്ങനെ ഈ ഹാഷ് ഇട്ടിട്ട് നമുക്ക് ഏത് ലൈൻസിൽ വേണമെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിനെ എക്സ്പ്ലെയിൻ ചെയ്യാണെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ സിംഗിൾ ഈ ലൈൻസ് ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാം. അല്ല, ഒരു പ്രോഗ്രാം ഫുള്ളായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഡബിൾ കോഡ്സ് 3 വട്ടം പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും വെച്ചിട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പൈത്തൺ കമൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ആപ്ലിക്കേഷൻ ലെവലിൽ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആ പ്രോഗ്രാമിൽ നമ്മളിപ്പം മാത്സും ഫിസിക്സൊക്കെ എഴുതാറുമ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ പ്രോഗ്രാം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ എഴുതിയ പ്രോഗ്രാം വേറൊരാൾക്ക് വന്ന് റീഡ് ചെയ്യുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ കറക്റ്റായിട്ട് അയാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമൻസും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ പ്രോഗ്രാമിലോട്ട് പോയാലും ഈ കമൻറ്റൊക്കെ എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
ബേസിക്കാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഏത് പൈത്തൻ്റെ പ്രോഗ്രാം എഴുതാലും ഇന്ന് പറഞ്ഞ ഐഡൻറ്റിഫൈ റൂൾസും വേരിയബിൾസും കമൻ്റൊക്കെ എല്ലാ പ്രോഗ്രാമിങ്ങിലും അവിടെ ഇവിടെയും അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗം വരുന്ന കോൺസെപ്റ്റാണ്. ഇനി ഏത് പൈത്തൺ പ്രോഗ്രാം നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ കമൻറ്റ് ചെയ്തത് ഇപ്പം ഞാൻ ഇതിന് ലിമിറ്റില്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് വരുമ്പം നമുക്കത് അവിടെ നമുക്ക് ഹാഷ് ഇട്ടില്ലെങ്കിൽ വീണ്ടും അത് എറർ ജനറേറ്റ് ചെയ്യും. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈൻ എവിടെയാണോ ആ ലൈൻ ബ്രേക്ക് ആവുന്നത് അവിടെ തീരും. നമുക്ക് രണ്ടാമത്തെ ലൈനിൽ, അതായത് എനിക്കിപ്പോൾ ഈ പ്രിൻറ്റിൽ എനിക്കത് കമൻറ്റ് വേണമെങ്കിൽ ഞാൻ വീണ്ടും എന്ത് വേണം, ഹാഷ് ഇട്ടിട്ട് വേണം ഞാൻ എഴുതാൻ, അല്ലെങ്കിൽ വീണ്ടും എറർ ജനറേറ്റ് ചെയ്യും. ഇപ്പം എറർ വരത്തില്ല. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് കമൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.